നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയുടെ ക്ലസ്റ്റർ മീറ്റർ ആണ്. ഇതിൽ ഫ്യൂവൽ ഇക്കണോമി 18.2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. റേഞ്ച് 251 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും. ഏതാ നമ്മുടെ ആവറേജ് മൈലേജ് ഇക്കണോമി ചിലപ്പോൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ 18 മുകളിലോട്ടോ 18 താഴോട്ടോ പോകുന്നുണ്ടാവില്ല. അത് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഇതെന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ മൈലേജ് നമുക്ക് കാണാൻ സാധിക്കും. പല കസ്റ്റമറും കംപ്ലൈന്റ് പറയാറുണ്ട്, എന്താ പറയുക, എനിക്ക് മൈലേജ് 8 കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 10 കിട്ടുന്നുള്ളൂ, അത് കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതേസമയം എനിക്ക് മൈലേജ് കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർ ഓടിക്കുമ്പോഴും അവരവരുടെ മൈലേജ് ഏതാ, അവരുടെ ഡ്രൈവിംഗ് പാറ്റേൺ എങ്ങനെയാണോ അത് നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതറിയാൻ പറ്റും കറക്റ്റായിട്ട്. ഒരു 50 തൊട്ട് 60-നുള്ളിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈവിങ് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് ഗിയറിൽ അധികം ക്ലച്ചും ബ്രേക്കും ഒന്നും അധികം ചവിട്ടി അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് ചവിട്ടിയെടുത്ത് അങ്ങനെ അധികം ആക്സിലേഷനൊക്കെ കൊടുക്കാതെ നോർമൽ രീതിയിൽ ഓടിക്കുന്ന ഒരു വണ്ടികൾക്കാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 20, 22, 23 അല്ലെ 24 കിട്ടും ആവറേജ്. അപ്പോൾ ആവറേജ് കൂടുന്നതിനനുസരിച്ച് ഫ്യൂവൽ റേഞ്ചിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഓക്കെ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഓക്കെ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കണ്ടോ, പ്രസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ അവിടെ കിലോമീറ്റർ പെർ ലിറ്റർ കണ്ടോ, കിലോമീറ്റർ പെർ ലിറ്ററിൽ 0 ആയി. അതായത് കണ്ടോ, ഇവിടെ ഓക്കെ ബട്ടൺ കണ്ടില്ലേ, ഓക്കെ ബട്ടണിൽ പുഷ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കിലോമീറ്റർ പെർ ലിറ്റർ 0 ആയി. നേരത്തെ എന്ന് വെച്ചാൽ 18.4 കിടപ്പുണ്ടായിരുന്നു, അത് 0 ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, റേഞ്ച് കാണിക്കും. ഓരോ ട്രിപ്പ് പോകുന്നേരവും ഇങ്ങനെ ട്രിപ്പ് റീസെറ്റ് ചെയ്യണം. അതായത് ആവറേജ് റീസെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ മൈലേജ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും.